നമസ്കാരം. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അനാവശ്യമായി കുറ്റപ്പെടുത്തുക, അതിലൂടെ താൻ വലിയൊരു ആദർശവാദിയാണെന്ന് സോഷ്യൽ മീഡിയയിൽ തെളിയിക്കുക, ഇങ്ങനെയുള്ള വലിയ വലിയ സിനിമാ ഡയലോഗുകൾ അടിച്ചു നടക്കുന്ന പ്രമുഖ നടൻ പ്രകാശ് രാജിനെയാണ് ഇപ്പോൾ ബംഗളൂരു മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഇരട്ടപ്രഹരം കിട്ടിയിരിക്കുന്നത്. വ്യത്യസ്ത സംസ്ഥാനങ്ങളിലായി 4 വോട്ടർ ID കാർഡുകൾ ഒരേ സമയം കൈവശം വെച്ചെന്ന കേസിൽ ഇതാ പ്രകാശ് രാജിനെതിരെ കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഒരു സാധാരണക്കാരൻ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറുമ്പോൾ പഴയ വോട്ട് ക്യാൻസൽ ചെയ്യാൻ ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോൾ നമ്മുടെ വലിയ വിശ്വപൗരൻ പ്രകാശ് രാജ് കർണാടകയിലെ ശാന്തിനഗർ, തെലങ്കാനയിലെ സെരിലിംഗപ്പള്ളി, തമിഴ്നാട്ടിലെ വേളാച്ചേരി എന്നിവിടങ്ങളിലെ വോട്ടർ പട്ടികയിലൊക്കെ ഒരുപോലെ സുഖമായി ഇടം പിടിച്ചിരിക്കുകയാണ്. ഇതിലെ തമാശ, തമിഴ്നാട്ടിലെ വേളാച്ചേരിയിൽ മാത്രം പ്രകാശ് രാജിന് 2 വോട്ടുകളുണ്ടത്രേ. 3 സംസ്ഥാനങ്ങളിലായി 4 വോട്ടർ ID കാർഡുകൾ ഒളിപ്പിച്ചു വെച്ച് അത് പുറത്തു കൊണ്ടുവന്നപ്പോൾ ശേഷാദ്രിപുരം സ്വദേശി കെ ദിലീപ് കുമാർ 2019 നൽകിയ പരാതിയിലായിരുന്നു ഇപ്പോൾ കോടതി കടുംപൂട്ടിട്ടിരിക്കുന്നത്. കേസ് ഫയലിൽ സ്വീകരിച്ച കോടതി ഈ വിഷയത്തിൽ നേരിട്ട് ഹാജരാകാൻ പ്രകാശ് രാജിന് 1 തവണയല്ല 2 തവണയല്ല 3 തവണയാണ് ഔദ്യോഗികമായി സമൻസ് അയച്ചത്. എന്നാൽ താൻ വലിയ സെലിബ്രിറ്റിയാണ്, BJP വിരുദ്ധനാണ്, തന്നെ ആരും ഒന്നും ചെയ്യില്ല എന്ന ഭാവത്തിൽ ഈ സമൻസുകളൊന്നും കൈപ്പറ്റാൻ പോലും താരം തയ്യാറായിരുന്നില്ല. കോടതി നിർദ്ദേശങ്ങളെ പുല്ലുപോലെ അവഗണിച്ചതോടെയാണ് മജിസ്ട്രേറ്റ് കോടതി നിലപാട് കടുപ്പിച്ച് ജാമ്യമില്ലാ വാറന്റ് കൈപ്പറ്റിക്കൊടുത്തത്. ഇനിയിപ്പോൾ പോലീസിന് പ്രകാശ് രാജിനെ തോളിലെടുത്ത് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതൊക്കെ വ്യാജ ആരോപണമാണെന്ന് പറഞ്ഞ് പതിവ് പോലെ ഇരവാദം ഉന്നയിക്കാനാണ് പ്രകാശ് രാജ് നോക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെട്ട് ആളാകാൻ നോക്കുന്ന പ്രകാശ് രാജിന്റെ പേര് ഇതിനു മുൻപും പല വിവാദങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട്. കർണാടകയിലെ പ്രശസ്തമായ ധർമ്മസ്ഥലയിൽ ഉണ്ടായ വലിയ വിവാദത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ്. അന്ന് ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ടെത്തി അദ്ദേഹം വലിയ ന്യായീകരണങ്ങളൊക്കെ നടത്തി രക്ഷപ്പെടാൻ നോക്കുകയും ചെയ്തിരുന്നു. എന്തിനും ഏതിനും മൈക്കിന് മുന്നിൽ വന്ന് ക്യാമറ തിരിക്കാൻ പ്രകാശ് രാജിന് വലിയ താല്പര്യമാണ്. മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയ മറ്റൊരു വാർത്തയും ഉണ്ടായിരുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ സമിതിയുടെ അധ്യക്ഷനായി പ്രകാശ് രാജ് പ്രവർത്തിച്ചതാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഇയാൾ നടത്തിയ ചില പ്രസ്താവനകൾ വലിയ തമാശയായിരുന്നു. അവാർഡ് പ്രഖ്യാപന വേളയിൽ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന ചിത്രത്തിന് കേന്ദ്ര സർക്കാർ ദേശീയ അവാർഡ് നൽകാത്തത് വലിയൊരു നഷ്ടമാണെന്നും കേന്ദ്രം നൽകുന്ന ദേശീയ അവാർഡുകൾക്ക് ഇപ്പോൾ സുതാര്യത നഷ്ടപ്പെട്ടു എന്നുമൊക്കെയായിരുന്നു പ്രകാശ് രാജിന്റെ വലിയ പരസ്യ വിമർശനങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ അവാർഡുകളുടെ സുതാര്യത അളക്കാൻ നടക്കുന്ന പ്രകാശ് രാജിന് സ്വന്തം വോട്ടർ IDയുടെ കാര്യത്തിൽ ഒരല്പം പോലും സുതാര്യതയില്ലല്ലോ. സ്വന്തമായി 3 സംസ്ഥാനങ്ങളിൽ 4 വോട്ടർ ID കാർഡുകൾ വെച്ച് ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കി മറ്റുള്ളവരെ വിമർശിക്കാൻ താങ്കൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ആവശ്യമില്ലാത്ത രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ട് നിരന്തരം അനാവശ്യ പരാമർശങ്ങൾ നടത്തുന്നത് പ്രകാശ് രാജ് ഒരു തൊഴിലാക്കി മാറ്റിയിരിക്കുകയാണ്. പണ്ട് മുതലേ ഇയാൾ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിലും കയറി കൊത്തി വിഡ്ഢിത്തം പറയുന്നതെന്ന് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ വരെ ചിന്തിച്ചു പോയിട്ടുണ്ട്.